ബിഗ് ബോസ് വീട്ടിൽ ആദ്യമായി പൊട്ടിത്തെറിച്ച് അനീഷ്. കുപ്പികൾ എറിഞ്ഞൊഴിച്ചും തീരാത്ത കളി. അതിനു പിന്നാലെ നോമിനേഷൻ എത്തി. 8ാം ആഴ്ചയിലേക്കുള്ള നോമിനേഷൻ. ബിഗ് ബോസ് വീട്ടിൽ അപ്രതീക്ഷിതമായ പ്രശ്നങ്ങളാണ് അരങ്ങേറിയത്. ആദ്യമായാണ് പ്രേക്ഷകർ അനീഷിനെ ഇത്തരത്തിൽ കണ്ടത്. ഏറെ പ്രകോപിപ്പിക്കുന്ന മത്സരാർത്ഥി ആണെങ്കിലും അനീഷ് ഒരിക്കലും മറ്റുള്ളവരുടെ പ്രകോപനങ്ങളിൽ വീണു പോകാറില്ല. എന്നാൽ ഇന്ന് അടിതെറ്റി വീണു. പുതിയ ആഴ്ച തുടങ്ങിയത് കൊണ്ടുതന്നെ പുതിയ വീക്ക്ലി ടാസ്കും ഷോയിൽ ആരംഭിച്ചിട്ടുണ്ട്. ബോട്ടിൽ ഫാക്ടറി എന്നാണ് വീക്ക്ലി ടാസ്കിൻ്റെ പേര്. ഓറഞ്ച് ലെമൺ ഫാക്ടറികളിൽ ജ്യൂസ് നിർമ്മിച്ച് അതിൽ ഡീൽ വയ്ക്കുക എന്നതാണ് ടാസ്ക്. 2 ടീമുകളായി തിരിച്ചു. അനീഷിൻ്റെ ലെമൺ ജ്യൂസ് കമ്പനിയും നിവിൻ്റെ ഓറഞ്ച് ജ്യൂസ് കമ്പനിയും. അനുമോളും ജിഷനും ക്വാളിറ്റി ചെക്കിംഗ് ഇൻസ്പെക്ടർമാരായി. കുപ്പികൾ ശേഖരിച്ച് അതിൽ ലെമൺ ജ്യൂസും ഓറഞ്ച് ജ്യൂസും നിറച്ച് ക്വാളിറ്റി പരിശോധനയിൽ വിജയിക്കണം. എന്നാലേ ടാസ്ക് വിജയിക്കൂ. ഏറ്റവും ഒടുവിൽ എത്ര ബോട്ടിലാണ് ക്വാളിറ്റി ചെക്കിൽ അപ്രൂവ് ആയത് അതിനനുസരിച്ചുള്ള കോയിൻ ബിഗ് ബോസ് നൽകും. ഉടമകൾക്കാണ് കോയിൻ നൽകുക. അത് ഏജന്റുമാർക്ക് കൊടുക്കുമോ വേണ്ടിയോ എന്ന് തീരുമാനിക്കേണ്ടത് ഉടമകളാണ്. ഏറ്റവും കൂടുതൽ ഗോൾഡ് കോയിനുകൾ ലഭിക്കുന്നവർ ആരാണോ അവർക്ക് അടുത്ത ആഴ്ച നോമിനേഷൻ മുക്തി ലഭിക്കും. ഒപ്പം ക്വാളിറ്റി ടെസ്റ്റർമാരിൽ ഒരാൾക്ക് ക്യാപ്റ്റൻസി ടാസ്കിൽ നേരിൽ മത്സരിക്കാനും സാധിക്കും. എന്നാൽ അനീഷിൻ്റെ ലെമൺ ജ്യൂസ് കമ്പനി ക്വാളിറ്റി ചെക്കിങ്ങിൽ പരാജയപ്പെട്ടു. ഇതിനു പിന്നാലെ അനുമോൾ ഗുണ്ടായസം കാണിക്കുകയാണെന്നാണ് ആര്യൻ ആരോപിച്ചത്. ഒടുവിൽ ക്വാളിറ്റി ചെക്കിനിടെ എത്ര ശ്രമിച്ചിട്ടും ക്വാളിറ്റി ചെക്കർമാർ കൺവിൻസ് ആകാത്തതിൽ പ്രതിഷേധിച്ച് അനീഷ് ബോട്ടിലുകൾ എടുത്തെറിയുന്നുമുണ്ട്. വഴക്ക് രൂക്ഷമായി. ഇതിനിടെ അനുമോളും ജിഷ്ണും തമ്മിൽ തർക്കമായി. തർക്കം തുടർന്ന അനീഷ് ക്വാളിറ്റി ചെക്കിൽ വിജയിച്ച ഓറഞ്ച് ജ്യൂസ് കമ്പനി ബോട്ടിലുകൾ നിലത്തേക്കെറിഞ്ഞ് പൊട്ടിച്ചു. എന്നാൽ ഈ സീസണിലെ ചില പതിവ് കാഴ്ചകളിൽ ഒന്നായി മാറുകയാണ് ഇത്. ഏത് ടാസ്ക് കൊടുത്താലും അവ പല കാരണങ്ങൾ കാണിച്ച് പൂർത്തീകരിക്കാതിരിക്കാനാണ് മത്സരാർത്ഥികൾ ശ്രമിക്കുന്നത്. ഇതോടെ എല്ലാവരും ഇനി ലാലേട്ടൻ എത്തുന്ന എപ്പിസോഡിനായി കാത്തിരിക്കുകയാണ്. അതായത് എവിക്ഷൻ എപ്പിസോഡ്. അപ്പോൾ കാത്തിരിക്കാം ലാലേട്ടൻ എത്തുന്ന എപ്പിസോഡിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന്, ആരൊക്കെ നോമിനേഷന് എവിക്റ്റായി പോകുമെന്ന്.